സാരിയൊക്കെ എടുത്ത് അമ്പലത്തിനടുത്ത് ഇങ്ങനെ നിൽക്കാന്നല്ലേ. ഇതാ ഇവിടെ ചെറുപുഴ ശ്രീ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവമാണ്. ഇനി അങ്ങോട്ട് കുറേ ദിവസങ്ങളിലെ ഭക്തിസാന്ദ്രമായ ദിനമാണ് ചെറുപുഴയ്ക്ക് സമ്മാനിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളും എന്തായാലും ഈ ഉത്സവത്തിന്റെ ഭാഗമൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാരിലേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു. അതിനോടൊപ്പം തന്നെ ഇതാ എന്റെ കയ്യിലെ കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ ഉണ്ട്. ആ ഓർണമെന്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അവരോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് അതുപോലെ തന്നെ നല്ല അടിപൊളി ഉത്തരവൊക്കെ സമ്മാനിച്ചാൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ഒക്കെയാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോ ഹലോ ഹലോ, ചേച്ചിമാരെല്ലാം തിരക്കിലാണോ? അതെ. പേരെന്താണ്? ശ്യാമള. ദീപ. ഓക്കെ, അപ്പൊ 4 ചേച്ചിമാരാണ് നമ്മുടെ കൂടെയുള്ളത്. ആക്ച്വലി ഞങ്ങൾ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ് വരുന്നത്. അപ്പൊ നമുക്കറിയാം, ആ ക്ഷേത്രത്തിലെ ഉത്സവമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഭക്തിസാന്ദ്രമായ ഒരു സമയത്ത് തന്നെയാണ് ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിലായിട്ട് ഒരു ഓർണമെന്റ് ഞാൻ പരിചയപ്പെടുത്തി തരും. ഒരു നെക്ലേസ് ആണ്. ഒരു നെക്ലേസ് പരിചയപ്പെടുത്തി തരും. അപ്പൊ ഈ നെക്ലേസ് എത്ര പവൻ ഉണ്ടെന്ന് നിങ്ങൾ ആരാണോ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യുന്നത് അയാൾക്ക് ഒരു സമ്മാനം ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? തൊട്ട് നോക്കാം. 2 പവനോളം ഉണ്ടാവും. 2.25, 2ന്റെ ഉള്ളില്. ഓക്കെ. 4 പവൻ. ഓക്കെ, അപ്പൊ വ്യത്യസ്തമായ കുറെ നമുക്ക് ആൻസേഴ്സ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അപ്പൊ ഉത്തരം പറയുന്നതിന് മുൻപ് ചിലവർ അതിന്റെ അടുത്തൊക്കെ ഉണ്ട്. എന്നാൽ ഉത്തരം പറയുന്നതിന് മുമ്പ് നമ്മൾ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാ വന്നേന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ്, നിങ്ങൾ പടിഞ്ഞാത്തിലേക്ക് പോവാറുണ്ടോ? എങ്ങനെയാണ്, എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നല്ല അവിടെ കളക്ഷനുണ്ട്. ഓക്കെ, ഞങ്ങൾ എന്നും വാങ്ങുന്ന സ്ഥലമാണ്. എങ്ങനെയാ? പണ്ട് മുതലേ ഞങ്ങൾ വാങ്ങുന്നു. ആണോ? മക്കളുടെ ഒക്കെ കല്യാണം കഴിഞ്ഞു? അവിടുന്ന് തന്നെയായിരുന്നോ? കല്യാണം ആവുന്നേ ഉള്ളൂ. ഓക്കെ, കല്യാണം ആവുമ്പോ ഇനി അങ്ങോട്ടേക്കാണോ? ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ എങ്ങനെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമാണ് അവിടുത്തെ? നല്ല കളക്ഷൻസ് ഒക്കെയാണ്. പെരുമാറ്റ രീതി നല്ലതാണ്. ഓക്കെ, കണ്ടാല് പെരുമാറ്റ രീതി കണ്ട് നമുക്ക് പോകാൻ തോന്നും. അപ്പൊ എന്തായാലും പലവിധ ഉത്തരങ്ങളാണ് കിട്ടിയത്. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി എന്തായാലും ഉത്തരം കറക്റ്റ് ആയിരുന്നില്ല. 3.25 പവനാണ് വരുന്നത്. ഉത്തരം കറക്റ്റ് ആയിരുന്നില്ല. കുഴപ്പമില്ല, നമുക്ക് അടുത്ത സമയം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹലോ, ഹായ്. ചേച്ചിമാരൊക്കെ തിരക്കിലാണോ? തിരക്കൊന്നുമില്ല. ഹലോ അവര് മൈക്കിൽ എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ട്. പേരെന്താ ചേച്ചി? മിനി. എന്റെ പേരെന്താ? ഒരു കുറെ ചേച്ചിമാരുണ്ട് ഇവിടെ. എന്തായാലും പേര് ചോദിച്ചേക്കാം. വിലാസിനി, തങ്കമ്മ, കമലം. ഓക്കെ, അപ്പൊ എല്ലാരും ക്ഷേത്ര സന്നിധിയിൽ വന്നിരിക്കുകയാണ്. ഉത്സവമാണ്. അപ്പോൾ ഞാൻ എന്തായാലും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാ വരുന്നത്. അറിയാലോ, പടിഞ്ഞാത്ത് എല്ലാവർക്കും അറിയാലോ, എല്ലാവരും ഈ നാട്ടുകാരാണ്. അപ്പൊ പടിഞ്ഞാത്ത് നിന്ന് ഒരു സ്വർണ്ണമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ കയ്യില് ഒരു മാലയുണ്ട്. ഇത് എത്ര പവനാണ് എന്ന് കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി സമ്മാനമായിട്ട് വീട്ടിലേക്ക് പോവാം. അപ്പൊ എത്ര പവനാന്ന് പറഞ്ഞു? ഏകദേശം നോക്കിയിട്ട് പറയണേ. ഒരു പവൻ. ഓക്കെ, വേറെ 2 പവൻ. കൂലങ്കഷമായ 10 ഗ്രാം. 10 ഗ്രാം എന്ന് പറയാൻ എന്നെ കൺഫ്യൂസ്ഡ് ആക്കാലോ. 1.25 വരും. 1.25. എല്ലാരും ഒന്നി പിടിച്ച് നിൽക്കുകയാണ്. ഒന്ന് പിടിച്ച് 2 പവൻ. അപ്പൊ ഉറപ്പിച്ചു? എല്ലാരും ഉറപ്പിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും അതിനു മുമ്പ് നമ്മുടെ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പറയാൻ അഭിപ്രായം വെച്ചാൽ നല്ല അഭിപ്രായം തന്നെ. എല്ലാ സ്വർണ്ണവും ഞങ്ങൾ വേറെ ഒന്നും മേടിച്ചിട്ടില്ല, അവിടുന്ന് തന്നെ എല്ലാ സ്വർണ്ണവും മേടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ചേച്ചിമാരെല്ലാരും തന്നെ കുറെ ആൻസേഴ്സ് പറഞ്ഞു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവര് തന്നെ ഇതെന്തിങ്ങനെ ഇതിനായിട്ടുള്ള എല്ലാവരും ഇങ്ങനെ ഉത്തരം കറക്റ്റ് അല്ലെന്ന് ഇവര് തന്നെ നേരത്തെ പറയണമെന്നു. ഉത്തരം കറക്റ്റ് ആയിരുന്നില്ല. നമുക്ക് എന്തായാലും അടുത്ത പ്രാവശ്യം ഒന്നൊരു ട്രൈ ചെയ്യാം. അത്രയല്ല, അതിലും കൂടുതലുണ്ട്. ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്ത തവണ ഒന്നുകൂടി ട്രൈ ചെയ്യാം. ചേച്ചി ഇവിടെയുണ്ട്. ഹലോ ചേച്ചി, തിരക്കിലാണോ? പേരെന്താ? തിരക്കിലാണെന്ന്. പേരെന്താ? പേര് സിന്ധു. ഓക്കെ, സിന്ധു ചേച്ചിയാണ്. അപ്പൊ ഞങ്ങൾ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ് വരുന്നത്. എന്റെ കയ്യിൽ ഒരു ഗോൾഡ് ഓർണമെന്റ് ഉണ്ട്.
അപ്പൊ അത് ഞാൻ ചേച്ചിക്ക് കാണിച്ചു തരാം. കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ എത്ര തൂക്കം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു അടിപൊളി സമ്മാനമായിട്ട് വീട്ടിലേക്ക് പോകും. ഓക്കെ ആണോ? ഓക്കെ ചേച്ചി ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഓക്കെ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 3 പവൻ ഉണ്ടാവും. 3 പവൻ ഉണ്ടാവും. ഒന്നുകൂടെ 3 പവൻ. 3 പവൻ എന്ന് പറഞ്ഞാല് ഇതിന് കല്ല് വെച്ചത് കൊണ്ട് ആ കല്ലിന്റെ കുറച്ച് ഇത് പൈസ ഉണ്ടാവൂലേ, കല്ലിന് നല്ല പൈസ. ആധികാരികമായിട്ട് ഉത്തരം പറയുന്നത്. അപ്പൊ എന്തായാലും അൺഫോർച്ചുനേറ്റ്ലി ചേച്ചി ഉത്തരം വളരെ വളരെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് ആൻസർ അല്ല നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അടുത്ത തവണ ട്രൈ ചെയ്യാം. എന്റെ ഫാമിലി ഇവിടെയുണ്ട്. ഹായ്, എന്താണ് എല്ലാവരുടെയും പേര്? എൻ്റെ പേര് ശാലിനി. ഗൗരി, വിജയമ്മ. എന്താ ബാവയുടെ പേര്? എനിക്ക് നാണമാണ്. എന്താ ബാവയുടെ പേരെന്താ? പാർവതി. ഓക്കെ, പാർവതി കുട്ടിയാണ്, നല്ല പേരല്ലേ? എന്തിനാ എങ്ങനെ മടി കാണിക്കുന്നത്? എന്റെ കയ്യിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നെക്ലേസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ നെക്ലേസ് എത്ര പവനാണെന്ന് ഗസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി സമ്മാനമായിട്ട് വീട്ടിലേക്ക് പോകാം. എത്ര പവനാണ്? 1.5, 2 പവൻ. ഓക്കെ, അപ്പൊ കുറെ ആൻസേഴ്സ് കിട്ടി. കറക്റ്റ് എന്നാ ടച്ച് ചെയ്ത് നോക്കി കറക്റ്റ് ആൻസർ അതാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ആഹാ, അതിന്റെ ഇടയ്ക്ക് എത്ര പവനാന്ന് നിർത്തി ഇവിടുന്ന് ഒരാള് നോക്കുന്നു. യെസ്, എത്ര പവനാണെന്ന് എനിക്ക് 2.5 പവൻ. നമ്മൾ തൊട്ടൊന്നും നോക്കില്ല, വീട്ടിലേക്ക് ഭാര്യക്കൊക്കെ കൊടുത്തിട്ടുള്ള പരിചയം ഉണ്ടെന്നല്ലേ? ജ്വല്ലറിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല അടിപൊളി ജ്വല്ലറി. അടിപൊളി ജ്വല്ലറി. ഒരുപാട് രോഗികൾക്കൊക്കെ സഹായം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതല്ലേ, ബിസിനസ്സിലൊന്നുപരി ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ തന്നെ ഒരു നല്ലൊരു ഇത് തന്നെയാണ് അല്ലേ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനെ കുറിച്ച്. അപ്പൊ എന്തായാലും ഒരുപാട് ഉത്തരങ്ങളൊക്കെ ബിസിനസ് നന്നായി പോകുന്നതിന്റെ ഒരു കാരണം അത് തന്നെയാണ്. ആൾക്കാരെല്ലാം അങ്ങോട്ട് നല്ല സഹായം ചെയ്യുന്നവരാണെന്ന് വെച്ച് ആൾക്കാരെല്ലാം അങ്ങോട്ട് തന്നെ വരും. അതെ അല്ലേ? ഓക്കെ, യെസ്, അത് ചേച്ചി പറഞ്ഞത് ഏറ്റവും മഹത്തായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു ബിസിനസ്സിന് നമ്മൾ ആൾക്കാർ തന്നെയാണ്, പാർട്ടിസിപ്പേഷൻ തന്നെയാണ് നമുക്ക് വേണ്ടത്. അത് സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് തന്നെ ബിസിനസ് മുന്നോട്ടേക്ക് പോകും അല്ലേ? ഓക്കെ, അപ്പൊ ആന്റിയുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, പണ്ട് ആന്റിയുടെ ഒക്കെ കല്യാണ സമയത്ത് ഈ നമ്മുടെ ഗോൾഡിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇത്രയൊന്നുമല്ല, വളരെ വളരെ കുറഞ്ഞ്. ഓക്കെ, എത്രയായിരുന്നു റേറ്റ്? അന്നിപ്പോ നോർമലാണെങ്കിൽ ഒരു പവന് 400 രൂപയിലെല്ലാം. ഒരു പവന് 400 രൂപ? ഓ മൈ ഗോഡ്, ഇതിന് ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? ഓക്കെ, അപ്പൊ 400 രൂപയായിരുന്നു 40 കൊല്ലം മുമ്പ്. 40 കൊല്ലം മുമ്പ്. യെസ്, 400 രൂപയായിരുന്നു. ഇപ്പതാ ഇരട്ടിയുടെ 10,000 രൂപേന്റെ അടുത്ത് അടുത്ത് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും അൺഫോർച്ചുനേറ്റ്ലി ആൻസർ കറക്റ്റ് ആയിരുന്നില്ല. 3.25 പവനാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നമ്മുടെ കുറച്ചുകൂടി ഒരു വൈറ്റ് ഗോൾഡ് ഒക്കെ മിക്സ് ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് പിടുത്തം കിട്ടാത്തത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ചേച്ചി. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ. എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ, പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ.